നമസ്കാരം. നമസ്കാരം. വെൽക്കം. നമസ്കാരം. വെൽക്കം. എന്താണ് വിശേഷം? ഒരുപാട് സന്തോഷം. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? ആണ്. നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. ഓക്കെ. ബിഗ് ബോസിലേക്ക് സ്വാഗതം. ഹൃദയപൂർവ്വം മോഹൻലാൽ. ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഋതുൽ, പേര് ഋതപ്പൻ എന്ന് പറയും, ഇളയ മോനാണ്. ഇത് കിച്ചു, അറിയാലോ, രാഹുല്. അത് പപ്പ, തങ്കച്ചൻ. അത് അമ്മ കുഞ്ഞുഞ്ഞമ്മ. അങ്ങേറ്റത്തിരിക്കുന്ന എന്റെ ചേച്ചി രമ്യ. ആരെയൊക്കെയാകും ബിഗ് ബോസ് ഹൗസ് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക? വീട് മിസ് ചെയ്യും, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാരെയും മിസ് ചെയ്യും, ഷൂട്ടും കാര്യങ്ങളും മിസ് ചെയ്യും. സൂചന മിസ് ചെയ്യത്തില്ല, കൂടെ ഉണ്ടാവും എപ്പോഴും. എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്? അവിടുത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. അവിടുത്തെ ഗെയിം എന്താണെന്നൊക്കെ അറിയണം. പ്രേക്ഷകർ എന്തുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത്, അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. പ്രേക്ഷകർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്റെ പിക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഈ ട്രോളി ബാഗ്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, എന്റെ സുധിച്ചേട്ടൻ യൂസ് ചെയ്ത ട്രോളി ബാഗാണ്. സോ ഞാൻ ഇത് തന്നെ എടുത്തു. എനിക്ക് അദ്ദേഹത്തെ അറിയായിരുന്നു, എനിക്ക് പരിചയമുള്ള ആളായിരുന്നു, വളരെ നല്ല ആക്ടറായിരുന്നു. അപ്പോൾ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. അറിയാം. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മളായിട്ട് തന്നെ നിൽക്കുക. കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ടാ. അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലേ? അപ്പൊ അത് അതിന്റെ കൂടെ അല്ലേ? ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് നോക്കൂ, അവിടെ നോക്കൂ. എല്ലാ ബിഗ് ബോസ് പോലല്ല ഇപ്രാവശ്യം. കുറച്ച് നല്ല ഏഴിന്റെ പണിയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് കളിക്കൂ. നല്ല ഈ പറഞ്ഞതുപോലെ നല്ല ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും കളിക്കൂ. ഓൾ ദ ബെസ്റ്റ്. സഹായം ഉണ്ടാകട്ടെ. അപ്പൊ കാണാം. അകത്തേക്ക് പോവാം. ഓക്കെ. ചേട്ടാ, ഞാൻ വന്നിട്ടോ. ഇത് മറ്റേ തമിഴ്നാട് തല. ഹലോ, എന്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഈ കുറച്ചാൾ പ്രോഗ്രാം ചെയ്യാതെ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ റേണുമായിട്ട് ഒരു റീൽ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഒരാൾ കൂടെ വന്നിരിക്കുന്നു. പ്രിയ കലാസ്നേഹികളെ, ഒരാൾ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒടുവിലിതാ